നമസ്കാരം, ഞാൻ ദിനേശ് സൗപർണിക. കഴിഞ്ഞ ദിവസം ഞാൻ പത്രത്തിൽ വന്ന ഖദർ എന്ന് പറയുന്ന വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും കൃഷി വകുപ്പിൻ്റെയും ഒരു പദ്ധതിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് സ്കൂളുകളിൽ പൂന്തോട്ട നിർമ്മാണം, കൃഷിയൊക്കെ ബന്ധിപ്പിക്കുന്ന ഒരു പുതിയ പദ്ധതി. അപ്പോൾ ഞാൻ ഇത് പറയാൻ കാരണം എന്താ പറയുക, ഞങ്ങൾ ഈ ഹാപ്പിനെസ് ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രെയിനിങ് ഒക്കെ നൽകുന്നുണ്ട് സീനിയർ സിറ്റിസൺ ആളുകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട്. അതായത് ചെറിയ കുട്ടികളെയും മുതിർന്ന ആളുകളെയും കാർഷിക രംഗത്തേക്ക് അല്ലെങ്കിൽ അലങ്കാര കൃഷി പൂന്തോട്ട രംഗത്തേക്ക് ഇറക്കി കഴിഞ്ഞാൽ നമ്മൾ പല ട്രെയിനിങ്ങിലൂടെയും മനസ്സിലാക്കിയ കാര്യമാണ്, അവരുടെ ചിന്തയിൽ ഈ പ്രകൃതിയായിട്ടുള്ള ബന്ധം കൂടുകയും അവർക്ക് കൂടുതൽ സന്തോഷം നൽകുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഇത് ഒരു ഹോർട്ടിക്കൾച്ചർ തെറാപ്പി ബേസ്ഡ് പരിപാടിയാണ്. കാരണം ആ ഒരു ചെടി ഒരു കുട്ടി കുഴിച്ചിട്ടു, അല്ലെങ്കിൽ ഒരു സീനിയർ സിറ്റിസൺ ഒരാളൊരു പുതിയ ചെടി വാങ്ങി പൂന്തോട്ടത്തിൽ കുഴിച്ചിട്ടിട്ടുണ്ട്. അതിൽ മൊട്ട് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ മുട്ട് വരാനായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ ഇപ്പോൾ ഓൾഡ് ഏജ് ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ കുട്ടികളാണെങ്കിലും അവരുടെ ചിന്ത മനസ്സിൽ എപ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോഴും അവർ സംസാരിക്കുക, നാളെ ആ മുട്ട് വിരിയുകയാണെങ്കിൽ എന്ത് കളറായിരിക്കാം, അത് എന്ത് പൂവായിരിക്കാം, എത്ര ഭംഗിയുള്ളതായിരിക്കാം എന്നുള്ള ചിന്തയില. അപ്പോൾ ശുഭപ്രതീക്ഷയോടെയാണ് അവർ ഉറങ്ങാൻ കിടക്കുന്നത് പോലും. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ പല സ്ഥലത്തും ഈ ഹാപ്പിനെസ് ഗാർഡൻ ട്രെയിനിങ് വെക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ രജിസ്ട്രേഷൻ വരുന്നത് സീനിയർ സിറ്റിസൺ 60 വയസ്സ് കഴിഞ്ഞ ആളുകളാണ്. അവർ വന്നിട്ട് അവർ പറയുക, ഞങ്ങൾക്ക് ബെഡിങ് പഠിക്കണം, ഗ്രാഫ്റ്റിംഗ് പഠിക്കണം, ലെയറിങ് പഠിക്കണം, പിന്നെ എങ്ങനെയാണ് നനയ്ക്കുക, അതിൻ്റെ പൂക്കളെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ബെഡിങ് ഗ്രാഫ്റ്റിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഒരു ചെടീൻ്റെ മേലെ 4 കളർ 5 കളർ പൂവ് ഉണ്ടാക്കി ഞങ്ങൾ ചെമ്പരത്തിയിലൊക്കെ അവർ ആ സന്തോഷം പിന്നെ പ്രകടിപ്പിക്കും. ഇത് ഒരു കാര്യം മനസ്സിലായതെന്ന് പറയും, ഇങ്ങനെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോൾ സംസാരിക്കുമ്പോഴും മറ്റു വിഷയങ്ങൾ അതിലേക്ക് കടന്നു വരികയേ ചെയ്യുന്നില്ല. കാരണം വീട്ടിലത്തെ കാര്യങ്ങളോ അസുഖത്തിൻ്റെ കാര്യങ്ങളോ മറ്റൊന്നുമല്ല അതിൽ വരുന്നത്, മുഴുവനും ഈ ശുഭപ്രതീക്ഷയോടുകൂടിയുള്ള ചെടികളുടെയും പൂക്കളുടെയും വിവരങ്ങളാണ്. ഇത് അവർക്ക് ഏറ്റവും കൂടുതൽ മാനസിക ഉല്ലാസം നൽകുന്നുണ്ട്. അത് ചെറിയ കുട്ടികൾക്കാവുമ്പോൾ അതേപോലെ ചെറിയ കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് ഒരു തൈ കൊടുത്തു, ഒരു ചെടി കൊടുത്തു, അത് കുഴിച്ചിട്ടു, അതിൻ്റെ ആ ചെടി വളരുന്നതിൻ്റെ കാര്യങ്ങൾ മുഴുവനും അവർ നോക്കിക്കൊണ്ടിരിക്കും. ആ ചെടി കേടായാൽ അവർക്ക് വിഷമാവും. ഇതാണ് ഈ ട്രെയിനിങ്ങിലൂടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ ഖദർ എന്ന് പറയുന്ന ഈ പരിപാടി ഇത് സ്കൂളുകളിലൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫോളോ അപ്പ് കൂടി വേണം. അതായത് ഒരു അധ്യാപകൻ അതിൻ്റെ സ്ഥിരമായിട്ട് ഫോളോ അപ്പ്. ഒരു കുട്ടിക്കിനോട് ഞങ്ങൾ ചെയ്യുന്ന പരിപാടി എന്താ വെച്ചാൽ, ഒരു കുട്ടീനോട് കുറച്ച് വിത്ത് മുളപ്പിക്കാൻ പറയും, കുറേ വിത്ത് മിക്സ് ചെയ്തിട്ട് പാത്രത്തിലിടാൻ പറയും. ആദ്യം വിത്ത് ഐഡൻറ്റിഫൈ ചെയ്യും, അത് കഴിഞ്ഞ് വിത്തിൻ്റെ സമയക്രമം രേഖപ്പെടുത്തുക. മുളയ്ക്കലിൻ്റെ ചില വിത്ത് ഒരു ദിവസം കൊണ്ട് മുളയ്ക്കും, ചിലത് 2, ചിലത് 4, ചിലത് 10 ദിവസത്തിലേക്ക് പോകും. ഇത് കുട്ടികൾ മനസ്സിലേക്ക് അങ്ങോട്ട് എത്തിക്കുകയാണ്, ഇങ്ങനെ പഠിച്ച് എന്ന് ഫുള്ള് രേഖപ്പെടുത്തണം. ചെറിയ കുട്ടികളാണെങ്കിൽ പേരൻസിൻ്റെ സഹായത്തോടെ രേഖപ്പെടുത്തുക, വലിയ കുട്ടികളാണെങ്കിൽ സ്വന്തം രേഖപ്പെടുത്തുക. ഈ സീനിയർ സിറ്റിസൺ ആളുകൾക്കൊന്നും വിത്ത് മുളപ്പിക്കലൊന്നും കൊടുക്കുന്നില്ല, എങ്കിലും പൂക്കളുമായി ബന്ധപ്പെട്ടവർക്ക് ഗ്രാഫ്റ്റിംഗ് ട്രെയിനിങ് ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് പാലക്കാടൊക്കെ നമ്മൾ വെച്ച് ക്ലാസ്സൊക്കെ നടത്തിയപ്പോൾ ഉള്ള ആളുകളുടെ ആ സന്തോഷം കാണണം. അവർക്കത് ബെഡ് ചെയ്തിട്ട് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഒന്ന് ശരിയായി ടാപ്പും ചിറ്റലും പഠിച്ചു കഴിഞ്ഞപ്പോൾ അവർ ചെറിയ കുട്ടികളെക്കാൾ സന്തോഷത്തിൽ അവർ സന്തോഷം പ്രകടിപ്പിക്കുക. അപ്പോൾ എന്തുകൊണ്ട് ആ ചെറിയ കുട്ടികളിലൂടെ ഇത്തരം ട്രെയിനിങ് കൊടുത്തുകൂടാ എന്നുള്ള ഒരു നല്ലൊരു ചിന്ത വന്നപ്പോഴായിരിക്കാം ഇങ്ങനെ ഇത് എന്താ പറയുക, കുട്ടികളിലേക്ക് ഈ കൃഷി അറിവുകൾ പകർന്നു നൽകാനും അവരെ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി ബേസ്ഡ്. കാരണം 2 കാര്യങ്ങൾ, കുട്ടികൾ കൂടുതൽ സമയം ഫോൺ കളിച്ചിരിക്കുക, അല്ലെങ്കിൽ വേറെ പ്രകൃതി എന്തെങ്കിലും മറ്റുള്ള ആക്ടിവിറ്റിയിലേക്കൊക്കെ തെറ്റായ രീതിയിൽ പോകാൻ ഉള്ളൊരു കാര്യം ഉണ്ടാവുക, അതൊക്കെ ചെയ്യുമ്പോൾ അതിനൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു, കുട്ടികൾ ഒരു ബുക്ക് ഒരു ശരിക്കും എന്താ വേണ്ടത്, ഒരു പീരീഡ് തന്നെ ഇതിന് കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. എന്നിട്ട് അത് ശരിക്കും ഒരു പരീക്ഷ പോലെ തന്നെ, അതായത് കുട്ടികളെ കൊണ്ട് ആക്ടിവിറ്റി ചെയ്യിക്കുക, ആ ആക്ടിവിറ്റി ചെയ്തതിൻ്റെ വിവരങ്ങൾ ബുക്കിൽ രേഖപ്പെടുത്തുക, എന്നിട്ട് അവരോട് അതിൻ്റെ ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഞങ്ങൾ പലപ്പോഴും ചെയ്യുന്നതാണ്, കുട്ടികളോട് പറയും, ഒരു 6 7 അല്ലെങ്കിൽ 10 ഇനം മാവുകളെ പറ്റിയിട്ട് കണ്ടെത്താൻ പറയും. അതിന് ഞങ്ങൾ ചെയ്യുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. ഈ മാവിൻ്റെ പേര് അച്ഛനോടോ അമ്മേനോടോ ചോദിക്കരുത്. അതിൻ്റെ കാര്യം വെച്ചാൽ സീനിയർ ആയിട്ടുള്ള ആളുകളോട് ചോദിക്കണം, വീട്ടിലുള്ള മുത്തച്ഛൻ മുത്തശ്ശി, അല്ലെങ്കിൽ അടുത്ത വീട്ടിലുള്ള വയസ്സായ ആളുകൾ. ഇനി അടുത്ത വീട്ടിൽ അങ്ങനെ ആളുകളില്ലെങ്കിൽ നിങ്ങൾ പോകുന്ന ബന്ധു വീട്ടിലെ വയസ്സായ, എന്തിനാണെന്ന് വെച്ചാൽ ഈ പ്രായമുള്ള ആളുകളായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ കുട്ടികൾക്ക് വേണം. അതിനുവേണ്ടി മാത്രമായി 10 മാവുകളുടെ പേര് യൂട്യൂബിലോ ഗൂഗിളിലോ ഒക്കെ സെർച്ച് ചെയ്താൽ കിട്ടാവുന്നുള്ളൂ. പക്ഷെ ഇങ്ങനെ ചെയ്യണം എന്ന് പറയും. എന്നിട്ട് ആ കണ്ടെത്തിയ ആളുകളുടെ പേര് കൂടി അതിൽ രേഖപ്പെടുത്തണം എന്ന് പറയും. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കാനും അതിലൂടെ ആ ചോദിക്കുന്ന ഒരു വയസ്സായ ഒരാളോട് ഈ കാര്യം ചോദിക്കുമ്പോൾ ഈ കുട്ടി വന്ന് ചോദിക്കുമ്പോൾ അയാളുടെ ഓർമ്മ പുതുക്കുകയാണ്.
അപ്പോൾ ആൾ പറയും ഇങ്ങനെ കുട്ടികൾ വന്ന് ചോദിച്ചു ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇത് തന്നെയാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് എനിക്ക് തോന്നുന്നു. നല്ല രീതിയിൽ ഈ ഖദർ എന്നുള്ള പരിപാടി സ്കൂളുകളിലേക്ക് എത്തണം. എൻ്റെ അഭിപ്രായം സെലക്ട് ചെയ്ത കുട്ടികളെ വെച്ചിട്ടൊരു ക്ലബ്ബ് രൂപീകരിച്ചാലും അത് കൂടുതൽ കുട്ടികളിലേക്ക് അത് എത്തണം. അതിൻ്റെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നല്ലൊരു ന്യൂസ് കണ്ടപ്പോൾ എനിക്കൊരു പറയാതിരിക്കാൻ വയ്യ. ഇനി ഇത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ എൻ്റെ വീട്ടിലെ കുട്ടികൾ, ഞാൻ ഈ അഗ്രികൾച്ചർ ട്രെയിനിങ്ങും ഈ കാര്യങ്ങളും ഹാപ്പിനെസ് ഗാർഡൻ ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പോൾ അവർ ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് എൻ്റെ ഒപ്പം കാണാനും കേൾക്കാനും ഒക്കെ ഇങ്ങനെ വന്നിരിക്കും. അത് കഴിഞ്ഞ് കുറച്ച് വലിയ കുട്ടികളായപ്പോൾ അവർ കമ്പ്യൂട്ടർ നമുക്ക് സ്ലൈഡ് ചേഞ്ച് ചെയ്യാനും ഇതിനൊക്കെ ആയിട്ട് അതിന് സഹായിക്കും. പിന്നെ ബെഡിങ് ഗ്രാഫ്റ്റിംഗ് ലെയറിങ്ങിൻ്റെ ക്ലാസ് ആയപ്പോൾ അവർ അത് ചെത്താനും ഗ്രാഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ മറ്റു കുട്ടികളെ സ്കൂളിലൊക്കെ പോകുമ്പോൾ എൻ്റെ ഒപ്പം വന്നിട്ട് അവർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കാനൊക്കെ നിൽക്കും. അപ്പോൾ ആ കുട്ടികളിലേക്ക് ഒരു അറിവ് എത്തി. അത് ഇപ്പോൾ അവർ ഉപയോഗിച്ചില്ലെങ്കിലും ഭാവിയിൽ ഉപയോഗിക്കും. എൻ്റെ മകൻ കാർത്തിക് ദിനേശ് കോട്ടക്കൽ AKMHS സ്കൂളിലാണ് പഠിക്കുന്നത്, 8ാം ക്ലാസ്സിൽ. നല്ല രീതിയിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ബോഗൻവില്ല മാവൊക്കെ കുറേ ഗ്രാഫ്റ്റ് ചെയ്ത് വീട്ടിലിരിക്കുന്നുണ്ട്. അതൊക്കെ സക്സസ് ആയ ആ സക്സസ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ എൻ്റെ ഒപ്പം വരുന്നത്. കാരണം വേറൊരാൾക്ക് ചെയ്തു കൊടുക്കുമ്പോൾ അത് പെർഫെക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അത് അവരുടെ മനസ്സിലേക്ക് തെറ്റായ ഇൻഫർമേഷൻ എത്തിച്ചിരിക്കുകയല്ലോ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ക്ലിയറായി ചെയ്യുന്നു. അതേപോലെ ചെറിയ ആൾ വെച്ചാൽ പച്ചക്കറി കൃഷി, വീട്ടിലെ പച്ചക്കറി കൃഷി വിത്തിട്ട് കൊടുക്കുക, അതിലുള്ള കായ പൊട്ടിച്ചിട്ട് എടുത്തിട്ട് ഉപ്പേരി വെച്ച് സ്കൂളിലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ അവരുടെയൊക്കെ സന്തോഷം ഭയങ്കര. അതിപ്പോൾ ഒരു 5-6 ചട്ടിയിൽ അവർ ഈ നമ്മളെ ചെണ്ടുമല്ലി നട്ടിട്ടുണ്ട്. ചെണ്ടുമല്ലി ഇപ്പോൾ ഞാൻ ഇന്നലെ തല മുറിച്ച് കൊടുത്തു. അപ്പോൾ ഇനി എന്ത് വളങ്ങൾ ഇടണം, എന്ത് അതിലേക്ക് ഒഴിക്കണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നത് കേട്ട് മറ്റാരെങ്കിലുമൊക്കെ വീട്ടിൽ തൈ വാങ്ങാനോ അതിനൊക്കെ വരുന്ന സമയത്ത് അവർ പറഞ്ഞു കൊടുക്കും. അതാണ് നമുക്ക് വേണ്ടത്. കുട്ടികളുടെ ഉള്ളിലേക്ക് ഇത് കൃത്യം എത്തണം. അപ്പോൾ 2 മക്കളും ഞാൻ പറയും എൻ്റെ വലം കൈയും ഇടം കൈയും ആയിട്ട് നിൽക്കുന്നതൊക്കെ വളരെ അഭിമാനത്തോടെ എനിക്ക് പറയാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ എവിടെ ക്ലാസ്സിന് പോകുമ്പോഴായാലും ഞാനൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഗ്രാഫ്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അടുത്ത സ്റ്റെപ്പ് ഏതാണെന്ന് അവർക്ക് അറിയാം. അപ്പോൾ ആ ടൂൾസ് അല്ലെങ്കിൽ ആ മെറ്റീരിയൽസ് എനിക്ക് എൻ്റെ അടുത്തേക്ക് എത്തിച്ചു തരും അവർ. അപ്പോൾ അവർക്ക് അതായത് അവരുടെ മനസ്സിലത് ആഴത്തിൽ പതിഞ്ഞു എന്നതിൻ്റെ ലക്ഷണം. അതിൻ്റെ ഒരു കാര്യം എന്താ വെച്ചാൽ കുറേ മുന്നേ ഞങ്ങൾ ഒരു ശലഭസസ്യങ്ങളുടെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ശലഭസസ്യങ്ങളുടെ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മകൻ പറഞ്ഞു വീട്ടിലും അങ്ങനെ ശലഭസസ്യങ്ങൾ മേടിച്ച് 10-60ഓളം ശലഭസസ്യങ്ങൾ നമ്മൾ ചട്ടിയിലായിട്ട് ചെടികളുടെ ഇടയിൽ പല സ്ഥലത്തുണ്ട്. അപ്പോൾ ശലഭസസ്യങ്ങളുടെ നല്ലൊരു കളക്ഷൻ മകൻ ചെയ്യുന്നുണ്ട്, കാർത്തിക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കുറച്ച് ആയിട്ട് ചെയ്യാനുള്ള പരിപാടി ഓരോ സംസ്ഥാന ശലഭങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുറേ ആക്ടിവിറ്റികൾ വേണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇങ്ങനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കുട്ടികളുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റും 2 ഫോണിലുള്ള കളി തീരില്ല. അവർക്ക് ആ സമയമില്ല, അതിന് സമയമില്ല എന്നുള്ള കാര്യമാണ്. കാരണം സ്കൂളിൽ നിന്ന് വന്നാൽ കുറച്ച് നേരം കളിക്കും, പിന്നെ ഈ ചെടിയുടെ വല്ല ആക്ടിവിറ്റി ചെയ്യും. ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യാൻ വന്നിരുന്നാൽ പറയും എനിക്ക് 2 ചെയ്യണമെന്ന് പറയും, ചെയ്തു കൊടുക്കും. കേടായാലും കുഴപ്പമില്ല, നന്നായാലും കുഴപ്പമില്ല പറഞ്ഞിട്ട് അവർക്ക് കൊടുക്കും. അവരത് പെർഫെക്റ്റായിട്ട് തന്നെ ചെയ്തിട്ട് പിന്നെ കടലാസ് പൂവൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ പിന്നെ ഗ്രാഫ്റ്റ് പിടിച്ചിരിക്കുന്ന സാധനങ്ങളുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളുടെ അടുത്തേക്കും ഇതേപോലുള്ള ആക്ടിവിറ്റി എത്തണം എന്നുള്ള രീതിയിൽ ഈ ഖദർ എന്ന് പറയുന്ന സംവിധാനം ഗവൺമെൻറ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത് വളരെ അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണ്. എന്തായാലും നല്ല നിലയിലെത്തട്ടെ. എല്ലാ സ്കൂളുകളിലും ഇത്തരം കാര്യങ്ങളിൽ എത്തിച്ച് ഈ ഹാപ്പിനെസ് ഗാർഡൻ എന്ന് പറയുന്ന ഒരു ചിന്ത ആളുകളുടെ ഉള്ളിലേക്ക് വന്ന് അവരുടെ സ്ട്രെസ്സ് ഒക്കെ കുറച്ചുകൊണ്ട്, ടെൻഷനൊക്കെ കുറച്ചുകൊണ്ട് പഠനത്തിൽ കൂടുതൽ ഉന്നതിയിലേക്ക് എത്താൻ, എന്നും മനസ്സ് സന്തോഷകരമായിരിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ സഹായമാവുന്ന ഈ സംവിധാനം നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.